ഒരു ജനാധിപത്യ രാജ്യത്ത് വിദ്യാഭ്യാസമുള്ളവർ മാത്രം വോട്ട് ചെയ്താലാണോ ഒരു യോഗ്യനായ നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയും? ഇത് ഞാൻ പറഞ്ഞതല്ല. 1859 ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന ഫിലോസഫർ ഉന്നയിച്ച ആശയമാണ്. അദ്ദേഹം ഈ ഫിലോസഫിക്കൽ ഐഡിയ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഓൺ ലിബർട്ടി എന്ന് പറഞ്ഞ പുസ്തകം വായിച്ച ഏതൊരു വ്യക്തികൾക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്. ലിബർട്ടി സാക്രഡ് അൻറ്റിൽ ഹാം ബിഗിൻസ്. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ളവർ മാത്രം വോട്ട് ചെയ്യാൻ യോഗ്യനാണെന്ന് ജോൺ സ്റ്റുവർട്ട് പറയാൻ കാര്യം? ഒന്നാമതായി അദ്ദേഹം പങ്കുവെക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസമുള്ളവർക്ക് ഡിസിഷൻ മേക്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും കൂടുതലായിരിക്കും. അവിശ്വസനീയമായ വാഗ്ദാനങ്ങളിൽ വഴങ്ങാതെ വോട്ട് ചെയ്യും. ഈ 3 ആശയങ്ങളാണ് അദ്ദേഹം മെയിനായിട്ടും ആ പുസ്തകത്തിൽ എടുത്തു പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ തിയറി ഒരു പാരഡോക്സ് ആയി മാറുന്നു. കാരണം നമുക്കറിയാവുന്നതാണ്, കേരളം ഇന്ത്യയിലെ ഒരു ഹൈലി ലിറ്ററേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. Literacy level is so high. Kerala became the first state in India to become fully digital literate. Yet again, Kerala has emerged as the most literate state in the country. പക്ഷേ ഇവിടെ ഇപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ യോഗ്യത പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വോട്ട് ചെയ്യുന്ന ഭൂരിഭാഗവും വ്യക്തിയുടെ യോഗ്യത നോക്കുന്നതിന് പകരം കൊടിയുടെ നിറം കണ്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് സ്റ്റുവർട്ട് മിൽ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത്. ശരിക്കും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ യൂത്തിന്റെ ഇടയിൽ ഹൈ ലിറ്ററേറ്റ് ആയിട്ടുള്ളവർ വോട്ട് ചെയ്യാൻ മടി കാണിക്കുന്നു. ചിലപ്പോൾ അവർക്ക് യോഗ്യനായ ഒരു നേതാവ് മത്സരിക്കാത്തത് കൊണ്ടായിരിക്കും. കേരളം ഈ ഒരു അവസ്ഥയിൽ തുടരുന്നതുകൊണ്ടാണ് 100 വർഷം മുമ്പേ വേണ്ടിയിരുന്ന ഐഡിയോളജി ഉള്ള പാർട്ടികൾ ഇപ്പോഴും നമ്മെ ഭരിക്കുന്നത്.